കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണ് ബേക്കൽ കോട്ട. AD 1650 ശിവപ്പ നായക്കാണ് ബേക്കൽ കോട്ടയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പ്രധാന കവാടം കടന്ന് ബേക്കൽ കോട്ടയുടെ അകത്ത് എത്തിയാൽ നമുക്ക് ആദ്യം കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് കോട്ടയോട് ചേർന്ന് കിടക്കുന്നത്. അറബിക്കടലിൻ്റെ തീരത്ത് ഏകദേശം 30 മുതൽ 40 ഹെക്ടർ വിസ്തൃതിയിൽ പണിതുയർത്തിയതാണ് ബേക്കൽ കോട്ട. ഇന്നും പറയത്തക്ക ബലഹീനതകളൊന്നുമില്ലാതെ അന്വേഷികളെയും സഞ്ചാരികളെയും വരവേറ്റ് തലയുയർത്തി നിൽക്കുന്നു ബേക്കൽ കോട്ട. ഈ കാണുന്നതാണ് പ്രധാന ബേക്കൽ കോട്ടയുടെ വ്യൂ പോയിൻ്റ്. വളരെ മനോഹരമായി ചെങ്കല്ലുകൾ പാകിയ വഴികളും ഇരുവശത്തും പൂച്ചെടികൾ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ബേക്കൽ കോട്ടയുടെ ഓരോ വഴികളും. ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ബേക്കൽ കോട്ട. ചരിത്രാന്വേഷികൾക്കും മറ്റുമൊരു പഠന കേന്ദ്രം തന്നെയാണ് കാസർഗോഡ് ബേക്കൽ കോട്ട. പ്രധാന കൊത്തളത്തോട് ചേർന്ന് നിൽക്കുന്ന കിണറാണ് ഇത് കാണുന്നത്. ബേക്കൽ കോട്ടയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കൊടുക്കുന്ന ഒന്നാണ് ബേക്കൽ കോട്ട. ഈ കാണുന്നതാണ് പ്രധാന വ്യൂ പോയിൻറ്റിലേക്ക് കയറി പോകാനുള്ള പ്രധാന വഴി. പണ്ട് കാലത്ത് ബേക്കൽ കോട്ടയിലേക്കുള്ള എൻട്രൻസ് ഫീസ് അത് ഫ്രീ ആയിരുന്നു എന്നാണ് കേട്ടത്. പിന്നീട് അത് 15 രൂപയായിരുന്നു. ഇപ്പോഴത് തദ്ദേശീയരായ സഞ്ചാരികൾക്ക് 30 രൂപയും വിദേശികൾക്ക് 300 രൂപയുമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ബേക്കൽ കോട്ടയുടെ അകത്ത് കയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെങ്കല്ല് കൊണ്ട് തീർത്ത മനോഹരമായ ഓരോ നിർമ്മിതിയും നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. വേനൽക്കാലം ആരംഭിച്ചതുകൊണ്ട് കുറച്ച് പച്ചപ്പ്. ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തെ കടലിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന വഴി. വളരെ മനോഹരമാണ് ആ കാഴ്ചകൾ. ഈ ഗേറ്റിലൂടെ പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കടലിലേക്ക് വ്യൂ കിട്ടുന്ന ആ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഒട്ടനവധി സഞ്ചാരികൾ ഏറെ നേരം ചിലവഴിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കടലിനോട് ചേർന്ന് നമ്മളിപ്പോൾ കാണുന്നത്. ബേക്കലിൻ്റെ ചുറ്റുമുള്ള കടൽ തീരവും വളരെ മനോഹരമാണ്. ഈ കാണുന്ന സ്ഥലത്തുനിന്നും സഞ്ചാരികൾക്ക് ഇറങ്ങാൻ റെസ്ട്രിക്ഷനുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ വളരെ ആഴം കൂടിയ കടൽ പരപ്പായതുകൊണ്ട് ഇവിടെ സഞ്ചാരികളെ ആരെയും കടലിലേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ ഗാർഡുകൾ സമ്മതിക്കാറില്ല. ഇത് കോട്ടയുടെ പിറകുവശത്തു കൂടിയുള്ള കടലിനോട് ചേർന്നുള്ള വഴിയും മറ്റു ചുറ്റുമതിലുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചെങ്കൽ പാകിയ മനോഹരമായ വഴികളാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ പള്ളിക്കര ബീച്ചിലേക്കാണ്. ഈ വഴിയിലൂടെ സഞ്ചരിച്ച് കടലിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് പോകാൻ പറ്റുന്നത്. ആ കാണുന്നതാണ്. കുറച്ചും കൂടി കടൽ തീരത്തുകൂടി നടന്നു പോയാൽ നമുക്ക് പള്ളിക്കര ബീച്ചിൽ എത്തിച്ചേരാൻ പറ്റും. കടലിൻ്റെ മനോഹാരിതയാണ് നമ്മൾ ഈ കാണുന്നത്. പള്ളിക്കര ബീച്ചിൽ നിർത്തിയിട്ട മത്സ്യബന്ധനയാനങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും കാസർഗോഡ് വരുന്ന വിനോദസഞ്ചാരികൾ
ബേക്കൽ കോട്ട കയറി അത് കാണാതെ പോയാൽ അത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയായിരിക്കുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. പള്ളിക്കര ബീച്ചിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് തീരമണഞ്ഞ ഒരു മത്സ്യബന്ധന യാനത്തിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ ഏകദേശം സമയം 6-6:30 മണിയോടാണ്. ഇനി ബേക്കൽ കോട്ടയിൽ പോയി അതിലേക്ക് പുറത്ത് വരാൻ പോകാൻ സാധിക്കും. ഇതിൽ കൂടി തന്നെ പുറത്തു പോകേണ്ട അവസ്ഥയാണ് പോകുന്നത്. എന്തൊക്കെയായാലും ബേക്കലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആവുന്ന രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ബേക്കൽ കോട്ട കാസർഗോഡ് വന്നാൽ കാണുക, സന്ദർശിക്കുക. നിങ്ങൾക്ക് ഒരു ക്യാമറയുമായാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ പ്രകൃതി ഒരുക്കി തരുന്നുണ്ട്.